ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 34ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറലിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. 2025 നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇന്ന് ആദ്യത്തെ ഗവർണർ ജനറലെ കുറിച്ച് പഠിക്കാം. ചാൾസ് മെറ്റ്കഫ്. ചാൾസ് മെറ്റ്കഫിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1835 മുതൽ 1836 വരെ. ആകെ ഒരു വർഷം മാത്രമാണ് ചാൾസ് മെറ്റ്കഫ് ഭരണത്തിലിരുന്നിട്ടുള്ളൂ. 1835 ഗവർണർ ജനറലിൻ്റെ താൽക്കാലിക പദവി വഹിച്ചതാണ് ചാൾസ് മെറ്റ്കഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ചാൾസ് മെറ്റ്കഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആണ് ചാൾസ് മെറ്റ്കഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ചാൾസ് മെറ്റ്കഫ് തന്നെയാണ് ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത്. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കഫ് എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് മെറ്റ്കഫ് ആണ്. 1835 ഗുംസൂർ കലാപകാലത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ചാൾസ് മെറ്റ്കഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആകെ ഒരു 5 പോയിന്റ് ആണ് പഠിച്ചിട്ടുള്ളൂ. ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. തീർച്ചയായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്നും വരാം. അപ്പോൾ ചാൾസ് മെറ്റ്കഫ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. 1835 മുതൽ 36 ആകെ ഒരു വർഷം മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളൂ? താൽക്കാലിക ഗവർണർ ജനറൽ ആയിട്ട് പദവിയിലേക്ക് വന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ. ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏത് ഗവർണർ ജനറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാൾസ് മെറ്റ്കഫ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെട്ടു. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെട്ടു. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിയും ചാൾസ് മെറ്റ്കഫ് ആണ്. അതേപോലെ തന്നെ ഗുംസൂർ കലാപകാലത്തെ ഗവർണർ ജനറലും ആര് തന്നെയാ? ചാൾസ് മെറ്റ്കഫ് ആണ്. ഇത്രയെങ്കിലും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഓക്ലാൻഡ് പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1836 മുതൽ 1842 വരെയാണ് ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്ത്. അതേപോലെ തന്നെ ഓക്ലാൻഡിന്റെ വിഡിത്തം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്ലാൻഡ് പ്രഭുവിന്റെ വിഡിത്തം എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ഒന്നാം അഫ്ഗാൻ യുദ്ധം തന്നെയാണ്. അതേപോലെ തന്നെ സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ അതാരാന്ന് ചോദിച്ചാൽ ഓക്ലാൻഡ് പ്രഭു ആണ്. 3 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ലാൻഡ് പ്രഭുവിന്റെ. ഓക്ലാൻഡിന്റെ വിഡിത്തം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധം. അതേപോലെ തന്നെ സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഓക്ലാൻഡ് പ്രഭു ആണ്. അടുത്ത നമുക്ക് പഠിക്കാം എല്ലൻ ബെല്ലോറോ. എല്ലൻ ബെറോ. ഓക്കെ, ചിലർ എല്ലൻ ബെല്ലോറോ എന്നും പറയും. അപ്പോൾ എല്ലൻ ബെറോ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1842 മുതൽ 1844 വരെയാണ് എല്ലൻ ബെറോയുടെ കാലഘട്ടം. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ. അപ്പോൾ സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആണ് എല്ലൻ ബെറോ. സിന്ധ് കീഴടക്കാൻ നേതൃത്വം കൊടുത്ത സൈനിക ഉദ്യോഗസ്ഥനാണ് ചാൾസ് നേപ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ എല്ലൻ ബെറോ അല്ലെങ്കിൽ എല്ലൻ ബെല്ലോറോ. സിന്ധ് കീഴടക്കാൻ നേതൃത്വം കൊടുത്ത സൈനിക ഉദ്യോഗസ്ഥനാണ് ചാൾസ് നേപ്പിയർ. സിന്ധിന്റെ ആദ്യ ചീഫ് കമ്മീഷണറാണ് ചാൾസ് നേപ്പിയർ.
അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ. അപ്പോൾ അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആണ് എൽഎൻ ബറോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് അദ്ദേഹം 1843 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എൽഎൻ ബറോനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അടുത്തതാണ് ഹാർഡിഞ്ച് ഫസ്റ്റ്. ഗോത്രവർഗക്കാരായ ഖോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത ഭരണാധികാരിയാണ് ഹാർഡിഞ്ച് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രവർഗക്കാരായ ഖോണ്ടുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത ഭരണാധികാരി. നേപ്പാളിക്ക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത് ഹാർഡിഞ്ച് ഫസ്റ്റ് തന്നെയാണ്. അപ്പോൾ നേപ്പാളിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത് ഹാർഡിഞ്ച് ഫസ്റ്റ്. ബ്രിട്ടീഷുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഖോണ്ടുകൾ ഒറീസയിൽ കലാപം നടത്തിയത് 1846. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഖോണ്ടുകൾ ഒറീസയിൽ കലാപം നടത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1846. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്നു ഹാർഡിഞ്ച് ഫസ്റ്റ്. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഹാർഡിഞ്ച് ഫസ്റ്റ്. ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ്. ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആണ് ഹാർഡിഞ്ച് ഫസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഹാർഡിഞ്ച് ഫസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഗോത്രവർഗക്കാരായ ഗോണ്ടുക്കളുടെ ഇടയിൽ നിന്ന് നരബലി അമർച്ച ചെയ്തു. നേപ്പാളിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടതിനു ശേഷം ഇന്ത്യയുടെ ഗവർണർ ജനറലായി. ബ്രിട്ടീഷുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഗോണ്ടുകൾ ഒറീസയിൽ കലാപം നടത്തി 1846. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ഹാർഡിഞ്ച് ഫസ്റ്റ്. ലാഹോർ സന്ധി ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതും ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് ഡൽഹൌസി പ്രഭു എന്ന് പറയുന്നത്. ഒത്തിരി വിശേഷണങ്ങളാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്ന്, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്. ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. അപ്പോൾ ഈ 5 വിശേഷണവും നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ മക്കളെ ഓർത്തു വയ്ക്കുക, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. ഇതൊക്കെ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായ പേരാണ് ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ എന്നുള്ളത്. അപ്പോൾ ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1853 ഏപ്രിൽ 16. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷമാണ് 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ. ചാർട്ടർ ആക്ട് 1853, ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് 1855 എന്നിവ നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ. അപ്പോൾ ചാർട്ടർ ആക്ട് 1853, ഫോറസ്റ്റ് ചാർട്ടർ 1855 ഇവ നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ഡൽഹൌസി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി. അപ്പോൾ ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈനാണ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ഹിമാചൽ പ്രദേശിലാണ് ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ
വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1854 വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ തോംസൺ കോളേജ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായിട്ടുള്ള തോംസൺ കോളേജ് സ്ഥാപിച്ചത്. തോംസൺ കോളേജ് പിന്നീട് റൂർക്കി IIT ആയി മാറുകയുണ്ടായി. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയതും ഡൽഹൌസി പ്രഭു. വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1856 വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം. വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ പ്രേരണ ചെലുത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അപ്പോൾ വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ പ്രേരണ ചെലുത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആരെക്കുറിച്ച് പഠിക്കാനുള്ളൂ? ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. വിശേഷങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഇന്ത്യൻ ടെലഗ്രാഫിന്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. അപ്പോൾ ഈ 5 വിശേഷണങ്ങളും മക്കളെ ഓർത്തു വെച്ച വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഡൽഹൌസി പ്രഭുവിന്റെ ശരിയായ പേരെന്താണെന്ന് ചോദിച്ചാൽ ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ എന്നുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഡൽഹൌസി ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് നിലവിൽ വന്നത് 1854. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ തോംസൺ കോളേജ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും ഡൽഹൌസി പ്രഭുവാണ്. തോംസൺ കോളേജ് പിന്നീട് റൂർക്കി IIT ആയിട്ട് മാറുകയും ഉണ്ടായി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് 1848. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1859 ആരാണ്? അത് കാനിങ് പ്രഭുവാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി 1848. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് കാനിങ് പ്രഭു 1859. അപ്പൊ ഇത്രയാണ് നമുക്ക് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽമാരെ കുറിച്ച് പഠിക്കാനുള്ളത്. 15 ഗവർണർ ജനറൽമാരെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് 20 വൈസ്രോയിമാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈസ്രോയിമാരും അവരുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.